ഹായ്, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനൊന്ന് ബാങ്കിലേക്ക് പോകണം, അതേപോലെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് എന്തിനാണ് പോകണമെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അതുപോലെ ബാങ്കിലേക്ക് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ കേട്ടോ. അപ്പോൾ അതും കൂണിത്ര ബാങ്കിലേക്കാണ് പോകണേ. അപ്പോൾ അവിടേക്കും പോകണം. അപ്പോൾ നടന്ന് പോകണം, കൂണിത്ര വഴി നടന്ന് പോകണം. ഏട്ടന് കുറച്ച് തിരക്കായിട്ട് ഏട്ടല്ലെങ്കിൽ കൊണ്ടാക്കി തരാറുണ്ട്. നാളേക്ക് തിരക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഏട്ടല്ലേ. അപ്പോൾ നടന്ന് പോകണം, പാറക്കണ്ടം വഴിയാണ് പോകണം കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ വേഗം ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇതാണ് പോസ്റ്റ് ഓഫീസിലേക്ക് പോകണം, എന്താ ആവശ്യം എന്നൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പാറക്കണ്ടം വഴിയേ പോണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ നല്ലോണം ചാറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുട കൈ പിടിച്ചു. ചാറിലല്ലേ, അപ്പോൾ കുട നിവർത്തണ്ട വിചാരിച്ചു. കുറച്ചൊക്കെ എത്തിയപ്പോഴേക്കും ആ ചാറിൽ നിന്നു കേട്ടോ. എന്നാലും കുട കൈ പിടിച്ചു. നല്ല മഴ പെയ്യുകയാണെങ്കിലോ എപ്പോഴാണ് കാലാവസ്ഥ മാറ്റം വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുട കൈ പിടിച്ചു. സാധാരണ പാറക്കണ്ടത്തോട് പോകുമ്പോൾ നായ്ക്കളോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പ്രാവശ്യം ആരുമില്ല, ഒരു വണ്ടിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആകാശം നോക്കിയൊക്കെ എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ. നല്ല രസമായിട്ട് നേരിട്ട് കാണുമ്പോൾ ഞാൻ ആ വ്യൂ ഇങ്ങനെ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ പാറക്കണ്ടം വഴി പോകുമ്പോൾ ഞാൻ മിനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്, സിയുടെ വീടാണ്. അപ്പോൾ അവിടേക്ക് പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയി വരാൻ പറഞ്ഞു കേട്ടോ. വരാമെന്നും പറഞ്ഞു. പക്ഷേ അന്ന് മഴ കാരണം ഞാൻ വേഗം അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇന്ന് വരണ കാര്യം ചേച്ചിയോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പോവാറുണ്ട്, പാറക്കണ്ടം വഴി പോകുമ്പോൾ എപ്പോഴും അവിടേക്ക് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിൽ തിരിച്ച് പോരേണ്ടി വരും വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. പക്ഷേ അവിടെ ഇങ്ങനെ തിരുമ്പുന്ന സൗണ്ട് കേട്ടു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് ആൾ. നോക്കുമ്പോൾ ആൾ തിരുമ്പുകയാണ്. എന്നെ കണ്ടപ്പോൾ വേഗം തിരിച്ചു പോയി അങ്ങോട്ട്. കാരണം ഡ്രസ്സ് നാകെ നനഞ്ഞിരിക്കണു, കാണാൻ പറ്റില്ല വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോയിട്ടോ. അപ്പം ഞാനവിടെ സിറ്റ് ഔട്ട് കയറിയിരുന്നു. എനിക്ക് ബാങ്കിലേക്ക് പോകണം. കാരണം 1 മണിക്കാകുമ്പോഴേക്കും വേഗം പോയിട്ട് തിരിച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തണം. 1 മണിയാകുമ്പോൾ 2 സ്ഥലത്തും പോയിട്ട് എത്തണം. അപ്പോൾ കുറച്ച് നേരം ചേച്ചിയുടെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ശംഖുപുഷ്പം അങ്ങനെ ഉണ്ട്. ഗേറ്റിൻ്റെ അപ്പുറമായിട്ട് നന്നായിട്ട് അപ്പുറത്ത് വെള്ള കളറാണ്, ഈ സൈഡിൽ ബ്ലൂ കളർ കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് ശംഖുപുഷ്പം രണ്ടും ഉണ്ട്, വൈറ്റും ഉണ്ട് നീലയുണ്ട്. അപ്പോൾ അവരിങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് കുടിക്കാറുണ്ട് എന്നൊക്കെ ചേച്ചി പറയുകയാണ്. പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ. കാരണം ഇനി ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാണ്ട് നമ്മുടെ ബാങ്കിലേക്ക്. ബസ് കയറണേൻ്റെ അവിടേക്ക് എത്തണം കേട്ടോ, ബാങ്കിലേക്ക് എത്തണം. അപ്പോൾ സമയം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 11:30 ആയി. അപ്പോൾ ഇനി കുറച്ചും കൂടി നടക്കണം. അവിടത്തെ ബാങ്കിൽ പോയിട്ട് എത്ര നേരം ഇരിക്കേണ്ടി വരും എന്നറിയില്ല, തിരക്കുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് വേഗം പോകുന്നു. ഒരു 10 മിനിറ്റൊക്കെ അവിടെ ഇരുന്നുള്ളൂ, വർത്താനം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. വരാമെന്ന് പറഞ്ഞതല്ല അന്ന്. അപ്പോൾ പിന്നെ പോവാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മാറി. ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കാവിൻ്റെ അവിടേക്ക് ബസ് കിട്ടി കേട്ടോ. അപ്പോൾ വേഗം ഞാൻ ആ ബസ് കയറി. അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ ഇത്ര ദൂരം നടന്ന് കാവിൻ്റെ കൂടെ പിന്നെയും പോയിട്ട് കുറച്ചും കൂടിയും പോകണം നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക്. പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറിയത് ഞാൻ വന്ന വഴി പാറക്കണ്ടം. അങ്ങനെ ബസ് അവിടെ ഇറങ്ങി വഴിക്കും പോസ്റ്റ് ഓഫീസ്, കുറച്ച് നടന്ന പോസ്റ്റ് ഓഫീസ് കേട്ടോ. അപ്പോൾ ആ പോസ്റ്റ് ഓഫീസ് എത്തി. കണ്ണൻ്റെ പേരിൽ ഒരു PPF പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കുറേ ആയി നമ്മൾ അടച്ചിട്ട്, 23 കൂടിയതാണ്. അപ്പോൾ അത് കുറേ ആയി അടച്ചിട്ട്. അപ്പോൾ അത് കുറച്ച് അടയ്ക്കാം അതിലേക്ക് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ അടയ്ക്കൽ കഴിഞ്ഞു. അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അനിയത്തിയുടെ വീട്ടിലേക്ക്. അവിടെ നിന്ന് കുറച്ച് പോയി അനിയത്തിയുടെ വീടാണ്. ഞാൻ മുൻപ് അക്ഷയയിൽ പോയിട്ട് ഒരു 2 സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എടുത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അത് വാങ്ങാൻ വരുന്നുണ്ടെന്നും അവളോട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എത്ര മണിക്കാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുക ടൈമൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആരുമില്ല ഫ്രണ്ടിൽ. പിന്നെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ 2 ആൾ നല്ല ഉറക്കം. അമ്മ ഉറക്കമാണ്, മീനുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അവിടെ ചെന്ന വഴിക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ചു. അവളാണെങ്കിൽ കൂട്ടാൻ വെക്കേണ്ട തിരക്കില്ല. കാരണം മീനുട്ടി ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകതരം വാശിയാണ് അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുന്ന ടൈമിൽ വേഗം പണികൾ എടുക്കും അവൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമ്മൾ വേഗം തിരുമ്പലും കുളിക്കലും എല്ലാതും നമ്മൾ അടിക്കലും തുടക്കലൊക്കെ എല്ലാം. ഞാനൊക്കെ കണ്ണൻ ചെറുതാകുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നീക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവും. ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എല്ലാ പണികളും വേഗം എടുക്കും.
അപ്പോൾ എനിക്ക് മനസ്സിലാവും, അവളുടെ മാനസികാവസ്ഥയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു അവളോട്. പെട്ടെന്ന് പോരാനും പറ്റില്ല, മീനൂട്ടി നീക്കുകയാണെങ്കിൽ കുറച്ച് അവിടെ ഇരുന്നിട്ട് പോരാ വിചാരിച്ചു. അപ്പോൾ അവൾ ഈ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അവൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടല കഴിക്കും. അപ്പോൾ ഞാനും കൂടിയിട്ടോ, അവൾക്കത് 2 ദിവസം കഴിക്കാനുള്ളത് ഞാനും അവളും കൂടി ഇരുന്നിട്ട് അത് കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. എന്നാലും അവൾ തിരക്കിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് നേരം അങ്ങനെ പഠിക്കാനും വർത്തമാനം പറയാനും ടൈം കണ്ടെത്തിയിട്ടോ. അല്ലെങ്കിൽ അവൾ ഓട്ടം പാച്ചിൽ തന്നെയാവും, തിരുമ്പലും അടിക്കലും തുടക്കലും പറഞ്ഞ എന്ത് ചെയ്യും. അമ്മ കുറച്ച് പ്രായമായതുകൊണ്ട് അവൾ തന്നെയാണ് കുട്ടി സ്കൂളിലേക്ക് വിടലും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ആളെ നോക്കലൊക്കെ പണിഞ്ഞാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടനേരത്ത് പോകാറില്ല. അവൾ ഫ്രീ ആവുന്ന ടൈമിലാണ് കുറച്ച് നേരം കുട്ടികളോട് വർത്തമാനം പറഞ്ഞിരിക്കാറുള്ളൂ. അപ്പോൾ ആൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കൂടെ വർത്തമാനം പറയാനൊക്കെ കൂടിയിട്ടോ. ഞാൻ പോരുന്ന നേരത്ത് മീനൂട്ടി നീച്ചു. അപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ കണ്ടപ്പോൾ നമ്മളൊരു ചിരിയൊക്കെ ചിരിച്ചു. പിന്നെ അങ്ങനെ ആൾക്ക് വാശിയൊക്കെ ആയിട്ടോ. ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം എല്ലാവരും അങ്ങനെയാണല്ലോ കുട്ടികൾ. അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഇറങ്ങി. പിന്നെ കരച്ചിൽ തന്നെയായിരുന്നു ആൾ, കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓരോ നേരത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ തന്നിട്ട് വിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നടന്നു. പിന്നെ അവിടെ നടന്ന് പോരണം, കാവിൻ്റെ ബാക്ക് കൂടെയാണ്. അങ്ങനെ വേഗം പോന്നു. കാവിൻ്റെ ബാക്ക് കൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.